നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു കോട്ടയത്തുണ്ടായത്. വ്യവസായിയെയും ഭാര്യയെയും മൃഗീയമായി കൊലപാതകം ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളി അവന്റെ വ്യക്തിവൈരാഗ്യം എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. യഥാർത്ഥത്തിൽ അവന്റെ കൊലപാതകത്തിന്റെ കാരണം എന്തായിരുന്നു? ഇനി അവൻ ഏതെല്ലാം കൊലപാതകങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മൈൻഡോടെയാണ് അവൻ പ്രവർത്തിച്ചത്. അത് അവന്റെ എല്ലാ നീക്കുപോക്കുകളും മനസ്സിലാക്കിയ പോലീസിന് വ്യക്തമായി ധാരണ ഉണ്ടാക്കി. എന്തായാലും പ്രതിക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയുടെ പ്രസവത്തിന് വിടുകയോ അല്ലെങ്കിൽ ആവശ്യമായ സഹായം നൽകുകയോ ചെയ്യാതിരുന്നതിന് അതുമൂലം അവന്റെ കുട്ടി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതിയും അവൻ ഉന്നയിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാമാണോ കാരണം? എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത്? വ്യവസായിയെ കൊലപ്പെടുത്താൻ അവൻ എന്തിനാണ് ഇത്രത്തോളം പ്ലാൻ ചെയ്തത്? ഇത്രത്തോളം മൃഗീയമായ ഒരു ചിന്താഗതി അവൻ എവിടെ നിന്ന് ലഭിച്ചു? ഇതെല്ലാം അന്വേഷണത്തിലേക്ക് നീണ്ടുപോകേണ്ട വലിയ സത്യങ്ങളാണ്. ആരാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഒളിഞ്ഞിരിക്കുന്ന സത്യമായി നിലകൊള്ളുകയാണോ? അതോ പോലീസ് അന്വേഷണം തിരിച്ചുവിടുന്നതിന്റെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ടോ? എന്തായാലും പോലീസിന്റെ പിടിയിലായിരിക്കുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ നീക്കുപോക്കുകൾ എന്തൊക്കെയായിരുന്നു? അതെല്ലാം നമുക്കൊന്ന് അന്വേഷിക്കാം. തിരുവാതിക്കലിലെ ദമ്പതിമാരുടെ കൊലപാതകം പുറത്തറിഞ്ഞ ചൊവ്വാഴ്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. കൊല്ലപ്പെട്ടവർ ധരിച്ചിരുന്ന ആഭരണങ്ങളോ വീട്ടിൽ നിന്ന് പണമോ ഉൾപ്പെടെ മറ്റു സാധനങ്ങളോ കവർച്ച ചെയ്യാനത് കൊലപാതകം മോഷണത്തിന് വേണ്ടി അല്ല എന്നുള്ളതും വ്യക്തമായി. കൊല നടത്തിയ ക്രൂരമായ രീതി ഇതര സംസ്ഥാന കുറ്റവാളികളുടേതിന് സമാനമായതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ആ നിലയ്ക്ക് അന്വേഷണം തിരിച്ചുവിട്ടത്. മാസങ്ങൾക്ക് മുമ്പ് മോഷണം നടത്തിയതിന് പിടിയിലാവുകയും ആഴ്ചകൾക്ക് മുമ്പ് ജയിൽ മോചിതനാവുകയും ചെയ്ത മുൻ ജോലിക്കാരനായ അമിത് ഉറങ്ങാലിലേക്ക് സംശയമൂന്നിയ അങ്ങനെ നീളുകയാണ്. പോലീസിന്റെ പക്കൽ ഇയാളുടെ ചിത്രവും ഫോൺ നമ്പറും ഉണ്ടായിരുന്നത് അന്വേഷണത്തിന് വേഗം കൂട്ടി. അമിത് ഏതാനും ദിവസമായി കോട്ടയത്തുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെ ഇയാളാണ് പ്രതിയെന്ന് ഏതാണ്ട് ഉറപ്പിച്ച പോലീസ് ചടുല നീക്കങ്ങളുമായാണ് മുന്നോട്ട് പോയത്. സമീപ സ്ഥലങ്ങളിലെ മുഴുവൻ CCTV ക്യാമറകളും പരിശോധിച്ചു. ഒപ്പം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കാണാതായ മൊബൈൽ ഫോണുകൾ അടക്കം അമിത്തിന്റെ ഫോണിന്റെയും ലൊക്കേഷൻ പിന്തുടരുകയുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ലഭിച്ച റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പിടിവള്ളിയായി മാറി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ പ്രതി മുറിയെടുത്തതിന്റെ തെളിവുകൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശേഖരിച്ച പോലീസ് കൊലപാതകം നടന്ന പുലർച്ചെ മുറി ഒഴിഞ്ഞു പോയതായും കണ്ടെത്തി. ഇതോടെ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു. പ്രതിയുടെ ഫോൺ പലപ്പോഴും ഓഫാകുകയും ഓൺ ആകുകയും ചെയ്തു. കൊല്ലപ്പെട്ട മീരയുടെ ഐഫോൺ പ്രതിക്ക് ഓഫാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ആ ഫോൺ എളുപ്പത്തിൽ പിന്തുടരാനും പോലീസിന് സാധിച്ചു. സ്വന്തം ഫോൺ ഓഫാക്കി രക്ഷപ്പെട്ട പ്രതി പെരുമ്പാവൂരെത്തി സഹോദരനെ വിളിക്കാൻ അത് ഓണാക്കിയത് അന്വേഷണ സംഘത്തിന് ശക്തമായ തെളിവുകളായി മാറുകയും ചെയ്തു. ഇയാൾ വിളിച്ച നമ്പർ പിന്തുടർന്ന ഗാന്ധിനഗർ SI MH അനുരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചെന്നെത്തിയത് സഹോദരൻ ജോലി ചെയ്യുന്ന മാളയിലെ കോഴി ഫാമിലേക്കാണ്. അപ്പോഴേക്കും അന്തി ഉറങ്ങാൻ അഭയം തേടി പ്രതിയും കോഴി ഫാമിലെത്തിയിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണ സംഘം മാളയിലെത്തി. കോട്ടയം ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ സഹായം തേടി. ഡാൻസ് ഓഫ് സംഘത്തിലെ SI P. ജയകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുരുകേഷ് കടവത്ത് എന്നിവരുടെ സഹായത്തോടെ പോലീസ് പ്രതി തങ്ങിയ സ്ഥലം മനസ്സിലാക്കി. രാവിലെ പോലീസ് എത്തിയപ്പോഴേക്കും അമിത് പുറത്തിറങ്ങി ചായ കുടിച്ച് മുറിയിലേക്ക് പോയിരുന്നു. ആളെ കണ്ട് സംശയം തോന്നിയ ചിലരും സ്ഥലത്തെത്തിയ പോലീസിന് സൂചന നൽകിയിരുന്നു. അതോടെ കോഴിൽ ഫാമിൽ നിന്നും ഒപ്പം താമസിച്ചിരുന്ന 3 പേർക്കൊപ്പം പ്രതിയെ മാള SI KK ശ്രീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. സഹോദരനോ സുഹൃത്തുക്കൾക്കോ കൊലപാതകം സംബന്ധിച്ച് അറിവില്ലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴി ഫാമിലെത്തിയ അമിത് ഒറാങ് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് സഹോദരൻ ഗുണ്ടറാങ്ങിനോട് പറഞ്ഞതെന്നും പോലീസ് നൽകുന്ന സൂചന. 3 മാസം മുമ്പാണ് കോഴി ഫാമിലെ ജോലിക്കായി ഗുണ്ടറാങ് ആലത്തൂരിലെത്തിയത്.